നമ്മളിപ്പോ ഡെസിമൽസിന്റെ അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷനും പറഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ? Okay. Then next we have to study division of decimals. Decimals in the division. Division കൂടി പെട്ടെന്ന് തീർത്താൽ ഈ ചാപ്റ്ററും കൂടി അങ്ങ് തീരും. Division multiplication പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. First നമുക്ക് division of a decimal number by a natural number. ഒരു decimal numberനെ natural number കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ഒരു വിഷമവുമില്ല, സാധാരണ പോലെ ഡിവൈഡ് ചെയ്യുക. അതായത് ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഡിവിഡൻഡിൽ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടോ അത്രയും ഡെസിമൽ പോയിന്റ് തന്നെ കോഷ്യന്റിൽ ഇട്ട് കൊടുക്കുക. Divide the given decimal number by treating it as a whole number by the given natural number. സാധാരണ ഒരു നാച്ചുറൽ നമ്പർ പോലെ കൺസിഡർ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Then mark the decimal point in the quotient when the division of the whole number part of the given decimal is complete and continue the process of division as in the case of whole numbers. സാധാരണ നമ്മൾ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത്? ഹോൾ നമ്പേഴ്സ് നമ്മൾ പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാറില്ലേ? പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാറില്ലേ? അതേപോലെ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ഡിവിഷൻ പ്രോസസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 19 പേജ് നമ്പർ 51. Divide 30.48 by 12. 30.48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും? ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3048നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 254 കിട്ടും അല്ലേ? എന്നിട്ട് അതിനെ പോയിന്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. .48 divided by 12. 30ൽ 12 2 times പോകും. 2 into 12 24 മൈനസ് ചെയ്താൽ 64 കിട്ടും. 64ൽ 12 എത്ര തവണ പോകും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. 60ൽ 5 times. 5 into 12 60 മൈനസ് ചെയ്യുമ്പോൾ 4 കിട്ടും. 8 താഴോട്ട് എടുത്ത് എഴുതിയ 48. 48ൽ 12 4 times. 4 into 12 48 0. ഇവിടെ 48 രണ്ട് ഡെസിമൽ പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് കോഷ്യന്റിലും രണ്ട് ഡെസിമൽ പോയിന്റ് ആയിട്ട് പോയിന്റ് ഇടാം. ഓക്കെ. Then divide 0.648. 0.648 divided by 18. Miss 468. 468 അല്ലേ? 468 divided by 18. 0ൽ 18 പോയില്ല. നമ്മൾ ഓൾറെഡി 0 ഇട്ടു, പോയിന്റ് ഇട്ടു. പിന്നെ 4ൽ പോവില്ല. അപ്പൊ എത്ര ഇട്ടു? 0 ഇട്ടു. Again 46ൽ 18 2 times. 2 into 18 36. 1 0 8. 108ൽ 5 times ആവുമ്പോൾ 90.
108 6 times. 6 times 18 പോവും. 6 into 18 108. അപ്പൊ ഇവിടെ ഓൾറെഡി 0 വന്നു കഴിഞ്ഞു. നമ്മൾ ഇനി പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. 0.026. ഓക്കെ. Then ഇനി ഒരു ഡെസിമൽ നമ്പറിനെ വേറൊരു ഡെസിമൽ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പേജ് നമ്പർ 52 division of a decimal number by another decimal number. Convert the divisor into a natural number by multiplying the dividend and divisor by 10, 100, 1000, etc. and so on, depending on the number of decimal places in the divisor. നമ്മൾ ഡിവൈസർ ഡെസിമൽ നമ്പർ ആവുന്ന സമയത്ത് ഡിവൈസറിനെ എന്ത് ചെയ്യാം? ഹോൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ ഹോൾ നമ്പറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? ഡിവൈസറിനെ ഒന്നുകിൽ 10, 100, 1000 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? 10 കൊണ്ട് ഇപ്പം 0.9 ഒക്കെ ആണെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. 0.21 ആണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 കഴിഞ്ഞ് 2 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടുന്ന സമയത്ത് 0.21 into 100 ആണെങ്കിൽ 21 കിട്ടും. അങ്ങനെ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഡിവൈസറിനെ ഹോൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്? 10, 100, 1000 എന്ന നമ്പറുള്ള തുടങ്ങിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈസറിനെ ഹോൾ നമ്പറിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് സാധാരണ പോലെ ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ 7.41 divided by 0.3. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 0.3യെ 3 ആക്കി മാറ്റണം. 0.3യെ 3 ആക്കി മാറ്റണമെങ്കിൽ we have to multiply it with 10 അല്ലേ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബട്ട് ഡിനോമിനേറ്ററിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ വാല്യൂവിൽ വ്യത്യാസം വരും അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിനെയോ ഡിനോമിനേറ്ററിനെയോ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ 74.1 വരും ഡിവൈഡഡ് ബൈ 3. ഇനി സാധാരണ പോലെ ഡിവൈഡ് ചെയ്യാം. 74.1 divided by 3. 7 2 times 6 14 4 times 4 into 3 12 2 21 7 times 24.7. മനസ്സിലായോ? ഡിവൈഡ് ചെയ്തത് മനസ്സിലായോ? ഇവിടെ 21 റിമൈൻഡർ 0. ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കണമെങ്കിൽ പേജ് നമ്പർ 55 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 55. അതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തേല് ഡിവൈഡ് ദ ഫോളോയിങ് ഡെസിമൽസ് ബൈ ഹോൾ നമ്പേഴ്സ് കണ്ടോ? അതിനകത്ത് ഒന്നാമത്തതും മൂന്നാമത്തതും
പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണം, ഒന്നാമത്തേതും മൂന്നാമത്തേതും. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ഒന്നാമത്തേതും മൂന്നാമത്തേതും 6.9/3 62.6/8. അത് രണ്ടും ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 2.3. 2.3. ഓക്കെ, ശരി തന്നെ. രണ്ടാമത്തേന്റെയോ? 7.8. 7.8. ബാക്കിയും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഡിവിഷന്റെ പ്രോസസ്സിൽ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് ഇട്ടിട്ട് 0 റിമൈൻഡർ വരുന്നത് വരെ ഡിവൈഡ് ചെയ്യില്ലേ? അത് ചെയ്യാൻ അറിയില്ലേ? ഇപ്പൊ റിമൈൻഡർ വരുന്ന കേസിൽ നമ്മൾ റിമൈൻഡർ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ 7.8 എന്ന് മാത്രമാണ് ആൻസർ എങ്കിൽ റിമൈൻഡർ 2 വരും അല്ലെ? റിമൈൻഡർ 2 വരുന്നില്ലേ? റിമൈൻഡർ ഒഴിവാക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാലോ. അറിയാലോ, എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുന്ന കേസ് തന്നെ നോർമൽ ഡിവിഷൻ. ഇപ്പോ 76 ഡിവൈഡഡ് ബൈ 3 ആണെങ്കിൽ 2 times 6 കിട്ടി. 1 6 5 15. ഇവിടെ റിമൈൻഡർ 1 വന്നു അല്ലെ? ഈ റിമൈൻഡർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 25 വേണ്ടി പോയിന്റ് ഇടുന്നു. എന്നിട്ട് റിമൈൻഡറിന്റെ കൂടെ 0 ആഡ് ചെയ്യുന്നു. ഈ ടൈപ്പ് ഡിവിഷൻ പഠിച്ചിട്ടില്ലേ? റിമൈൻഡർ ഒഴിവാക്കാൻ വേണ്ടി 0 ആഡ് ചെയ്യുന്നു. എന്നിട്ട് 10ല് 3 എത്ര തവണ പോകുന്നു നോക്കൂ. 3 times 3 into 3 9. റിമൈൻഡർ അഗെയിൻ 1. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ് ഇട്ടതുകൊണ്ട് നമുക്ക് ബാക്കി വരുന്ന റിമൈൻഡേഴ്സിന്റെ കൂടെ ഒക്കെ 0 ആഡ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര നമ്മൾ ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 1 തന്നെ വരും ഈ കേസിൽ. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ആൻസർ എത്രയായിട്ട് പറയും? 25.3333 എക്സെട്ര എന്ന് വരും. കാരണം നമ്മൾ എത്ര ഇതുപോലെ ഡിവൈഡ് ചെയ്താലും 0 ഇട്ടിട്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 1 തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് എത്രയായാലും പോയിന്റ് കഴിഞ്ഞ് 3333 എന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യനില് ആൻസർ കിട്ടി. എത്രയാ? 7. 782.5. 782.5. ശരി തന്നെ. ഡിജിറ്റ്സ് ഒക്കെ ശരി തന്നെ, പക്ഷെ പോയിന്റ് ചെറിയ വ്യത്യാസമുണ്ട്. മിസ് 7.825. 7.825. ഷോൺ എവിടെ തെറ്റിയെന്ന് മിസ് പറഞ്ഞുതരാം. നമുക്ക് എത്രയായിരുന്നു ചെയ്യേണ്ടത്? 62.6 ഡിവൈഡഡ് ബൈ 8 ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ? 62.6 ഡിവൈഡഡ് ബൈ 8. നമ്മൾ നോർമൽ ഡിവൈഡ് ചെയ്യുന്ന പോലെ 62ല് 8 7 times 7 into 8 56. മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടും. അഗൈൻ 6 നമ്മൾ താഴത്തെ എഴുതി. 66ല് 8 times 8 into 8 64. റിമൈൻഡർ 2 അല്ലെ? ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഇത്രയും ചെയ്യുന്ന സമയത്ത് ഇവിടെ 62.6ല് ഡെസിമൽ പാർട്ടിൽ ഒരു ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 78ന്റെ ഡെസിമൽ പാർട്ട് 0.8 ആക്കി മാറ്റുന്നു. ഒരു ഡിജിറ്റ് മാത്രം ഇട്ടിട്ട് പോയിന്റ് ഇടുന്നു. നമ്മളിവിടെ ഓൾറെഡി പോയിന്റ് ഇട്ടതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിവിഷൻ പ്രോസസ് റിമൈൻഡർ 0 വരുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോ 62.6 ഡിവൈഡഡ് ബൈ 8 എന്നുള്ളതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. 7.8.
റിമൈൻഡർ 2. അല്ലെ, നമ്മൾ ഇത്രയും ചെയ്യുമ്പോഴാണ് 626 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോഴാണ് നമുക്ക് 78 കിട്ടുന്നത്. അപ്പൊ അതില് 0.6 ഒരു ഡിജിറ്റ് മാത്രം വരുന്നതുകൊണ്ട് 78 നമ്മൾ ഒരു ഡിജിറ്റ് മാത്രം ഇട്ടിട്ട് പോയിന്റ് ഇടുന്നു. 7.8 ആൻസർ കിട്ടി. റിമൈൻഡർ ഇവിടെ 2 വരുന്നുണ്ട്. അപ്പൊ റിമൈൻഡർ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഇട്ടതുകൊണ്ട് നമുക്ക് റിമൈൻഡറിന്റെ കൂടെ 0 ആഡ് ചെയ്യാം. ബാക്കി നമുക്ക് സാധാരണ ഡിവിഷൻ പോലെ കണ്ടിന്യൂ ചെയ്യാം. 20 8 2 times 2 into 8 16 4. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് 0 ഇട്ട് കൊടുക്കാം, കാരണം ഇവിടെ പോയിന്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 40 8 5 times നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 0 എന്ന് കിട്ടി. അപ്പൊ ശരിക്കും ഇതിന്റെ ആൻസർ 62.6 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 7.825. 7.8 മാത്രമാണെങ്കിൽ റിമൈൻഡർ 2 വരും. മിസ് അപ്പൊ പക്ഷെ ക്വസ്റ്റ്യനിൽ 62.6 അല്ല, അപ്പൊ ഒരു വേർഡല്ലേ, ഒരു നമ്പർ അല്ലേ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ഡിജിറ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എത്രേ വരുന്നുള്ളൂ എന്ന് പറയും. ഇതിന്റെ ആൻസർ ഇത്രയും മാത്രമേ ഇതിന്റെ ആൻസർ വരുന്നുള്ളൂ. ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. ആ രീതിയിൽ നോക്കുവാണെങ്കിൽ 0.8 മാത്രമേ വരുന്നുള്ളൂ അല്ലേ? 0.8 ഒരു ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു 2 റിമൈൻഡർ വരുന്നുണ്ട്. 2 റിമൈൻഡർ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഹോൾ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് ഇട്ടിട്ട് ഡെസിമൽ നമ്പർ ആക്കിയിട്ട് എഴുതും. പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്ത് ഡെസിമൽ നമ്പർ ആക്കി എഴുതും അല്ലെ? അപ്പൊ ഇവിടെ ഈ 2 റിമൈൻഡർ ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ ഡെസിമൽ നമ്പർ തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡെസിമൽ ആണ് നമുക്ക് കോഷ്യന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഡെസിമൽ കോഷ്യന്റ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ 2 ഇവിടെ റിമൈൻഡർ ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. 2നെയും കൂടി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2നെയും കൂടി ഡിവൈഡ് ചെയ്യണമെങ്കിൽ നോർമലി നമുക്ക് എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് ഇട്ടിട്ട് 0 ഇടണം. ഇവിടെ നമ്മൾ ഓൾറെഡി 7.8 ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? ഒരു ഡെസിമൽ നമ്പറിന് 2 ഡെസിമൽ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഒറ്റൊരു ഡെസിമൽ പോയിന്റ് പോലെ. അപ്പൊ ഇവിടെ ഓൾറെഡി ഡെസിമൽ പോയിന്റ് 1 ഇട്ടതുകൊണ്ട് നമുക്ക് 2ന് ശേഷം 0 ഇട്ടിട്ട് സാധാരണ നമ്മൾ ഹോൾ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത് പോലെ റിമൈൻഡർ വരുമ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഡിവൈഡ് ചെയ്ത് 0 വരെ ഡിവൈഡ് ചെയ്യാം. 0 റിമൈൻഡർ കിട്ടുന്നത് വരെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിൽ ചെറിയൊരു പാട്ടും കൂടി ബാക്കിയുണ്ട്. ഡിവിഷൻ ഓഫ് എ ഡെസിമൽ ബൈ 10, 100, 1000 എക്സെട്ര. നമ്മൾ ഈ നമ്പേഴ്സിന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സീറോസിനനുസരിച്ച് പോയിന്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? ഇപ്പൊ 10 കൊണ്ടാണെങ്കിൽ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് കടത്തിയിട്ടാൽ മതി. 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 പോയിന്റ് കടത്തിയിട്ടാൽ മതി റൈറ്റ് സൈഡിലേക്ക്. അപ്പൊ ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ്, ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പോയിന്റ് ഇടാം. 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടാം. എക്സാമ്പിൾ 22 ഒന്ന് നോക്കിയാൽ മതി. പേജ് നമ്പർ 53. Example 22. Divide the following. First one, 15.9 by 10. 15.9 by 10. 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ 15.9 into 10 ആണെങ്കിൽ 159 നമുക്ക് ആൻസർ കിട്ടും അല്ല? ഒരു പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 159 കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് 15.9 by 10 is equal to 159.
59. രണ്ടും കൂടി ഒന്നിച്ചൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. (15.9) into 10. അതേപോലെ തന്നെ 15.9 divided by 10. ഓക്കെ, 15.9 by 10 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയിന്റിനെ ഒരു ഡിജിറ്റ് റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കും. എന്ത് വരും അപ്പോ? 159 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡിവിഷൻ ആവുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് പോയിന്റ് ഇട്ട് കൊടുത്തത്. ഡിവിഷൻ ആവുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? 1.59 എന്ന് കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക്, ഡിവിഷൻ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഡെസിമൽ പോയിന്റിനെ. ഇനി 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റിനെ ഷിഫ്റ്റ് ചെയ്യാം. 1000 കൊണ്ടാണെങ്കിൽ 3 ഡിജിറ്റ് കൊണ്ട് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാം. എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. സെക്കൻഡ് വൺ, 563.7 divided by 100. ഇവിടെ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 2 പ്ലേസ് ലെഫ്റ്റ് സൈഡിലേക്ക് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 5.63. 563.7 ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 2 പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 5.637 കിട്ടും. ഇനി 1000 കൊണ്ടാണെങ്കിൽ 4270.6 divided by 1000. 3 ഡിജിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പോണ ഡെസിമൽ പോയിന്റ് എത്ര വരും? 4.2706. മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 55 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 55-ല് 5ഉം 6ഉം 7ഉം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റ് തന്നെ അതിന്റെ ആൻസർ ഒന്ന് എഴുതി വെച്ചേ. 5-ാമത്തെ, 6-ാമത്തെ, 7-ാമത്തെ. ഡിവിഷൻ ബൈ 10ഉം ഡിവിഷൻ ബൈ 100ഉം ഡിവിഷൻ ബൈ 1000ഉം. അത് ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല, പോയിന്റ് മാറ്റിയിടാൻ മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്നൊന്ന് അതെല്ലാം ഒന്നൊന്ന് ചെയ്ത് വെച്ചേ. ടെക്സ്റ്റ് തന്നെ ആൻസർ ചെയ്താൽ മതി. First divide each of the following decimal numbers by 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 15.03 ഡിവൈഡ് ചെയ്യുമ്പോൾ 1.503. Then 3.15 ആൻസർ 0.315. 0.75 ആൻസർ 0.075. 0.063 is equal to 0.0063. 685.4 is equal to 68.54. 0.004 is equal to 0.0004. The next one, divide each of the following decimal numbers by 100. 100 on divide again. First one, 352.6. 100 on divide 3.526. Then 15.37 divide 0.1537. Next 4.8, 0.048. Next 0.9, 0.009. Miss, third one on the sir. Third one 0.048. 0.9 into the 0.009. Fifth one 0.68, 0.0068. Then 0.05, 0.0005.
മിസ് പോയിന്റ് കഴിഞ്ഞ് 3 സീറോ ഉണ്ടോ? 3 സീറോ. രണ്ട് പോയിന്റ് 2 പ്ലേസിൽ ഇപ്പുറത്തേക്ക് കടത്തില്ലണ്ടേ. ഇവിടെ ഓൾറെഡി ഒരു സീറോ ഉണ്ട്. നമുക്ക് 2 സീറോയും കൂടി ഇട്ടാൽ മാത്രമേ 3 ഡിജിറ്റ് വരുള്ളൂ. ഓക്കെ, 0.0005. നെക്സ്റ്റ് 7th one, divide each of the following decimal numbers by 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4397.46 നെ ഡിവൈഡ് ചെയ്താൽ 4.39746. സെക്കൻഡ് വൺ 147.29, 0.14729. Third one 0.0317. കറക്റ്റ് നോക്കണം. 0.0000317. മിസ് 4 സീറോ അല്ലേ? 4 സീറോ. നെക്സ്റ്റ് മിസ് പോയിന്റ് കഴിഞ്ഞിട്ട് 4 സീറോ ആണോ? പോയിന്റ് കഴിഞ്ഞിട്ട് 4 സീറോ. നെക്സ്റ്റ് 4.5, 0.0045. Then fifth one 0.8, 0.0008. പോയിന്റ് കഴിഞ്ഞിട്ട് 3 സീറോ. നെക്സ്റ്റ് 3 നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.003. മിസ് 2 ത്രീയാ അല്ല 2 സീറോയാ? 2 സീറോ. 2 സീറോയും ഒരു 3യും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ? ഡിവിഷന് മനസ്സിലായില്ലേ? ഓക്കെ, ബാക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിവിഷന്റെ ടൈമിൽ ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ, സോറി മറന്നുപോയി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതേ പേജിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു 6 മൂന്നാമത്തെ ബിറ്റല്ലേ? മൂന്നാമത്തത്. അത് 6 എണ്ണം ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ, 4ാമത്തെ. ഓക്കെ, ബാക്കി അതിൽ എക്സ്ട്രാ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിവിഷന്റെ ടൈമിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.